നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, ഞാൻ പുറത്തു പോയിട്ട് വരാം. നിത്യമോളെ, ഇവനെ അറിയാലോ അല്ലേ? ഇവൻ കാരണമല്ലേ മോള് വിവാഹത്തിന് സമ്മതമല്ലാന്ന് പറഞ്ഞത്? അതെ, കാര്യങ്ങളൊക്കെ നിത്യമോള് പറഞ്ഞല്ലോ. ഇവനൊന്ന് കൈ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്റെ മോളനി ഇനിയും തല്ലണ്ട. അവന് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ആര് പറഞ്ഞാടാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ? പറഞ്ഞേൽപ്പിച്ച ആളെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഇവനെ കൊണ്ട് തന്നെ വിളിപ്പിക്കാം. വിളിക്കടാ. ഇടാ, ഈ ഉമ്മറത്ത് കിടന്ന് ചാവണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാനാ പറഞ്ഞത്. വിളിക്കടാ. ഓ, ഒന്ന് മേലനങ്ങി പണിയെടുക്കേണ്ട ശാരദേച്ചി. ദേ, ഒരു കാര്യം ഞാൻ എല്ലാരോടും കൂടെ പറഞ്ഞേക്കാം. വൈകുന്നേരത്തിനുള്ളിൽ ഈ പണിയൊക്കെ തീർത്ത് വീട്ടിലെത്തിയില്ലെങ്കിലേ എന്റെ തനിക്കുണം കാണുവേ, പറഞ്ഞേക്കാം. പതുക്കെ പതുക്കെ. ഹലോ, ഞാൻ ഗിരിയ. എന്താ ഏടാ? ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തു. കാര്യങ്ങളൊക്കെ കൊച്ചമ്മ വിചാരിച്ച പോലെ തന്നെ നടന്നു. എന്നിട്ട് വീഡിയോ എത്തിക്കാൻ പറഞ്ഞെടുത്ത് തന്നെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കാണുകയും ചെയ്തു. ആ സുജാതയും അവരുടെ ഭർത്താവും കൂടെ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനത്തിലാ. ആണോ? അതെ കൊച്ചമ്മേ. അവരിപ്പോ അവളുടെ വീട്ടിലേക്ക് വരും. കൊച്ചമ്മ കൂടെ അങ്ങോട്ട് വരികയാണെങ്കിൽ ആ കാഴ്ച കണ്ണു നിറച്ച് കാണാം. ഞാൻ വരുവടാ. അതിലും മനോഹരായ എന്ത് കാഴ്ച എനിക്ക് കാണാനുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കാം. എന്തായാലും നീ മിടുക്കനാടാ. ഇത്ര പെട്ടെന്ന് നീ എല്ലാം നടത്തി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. എങ്കിൽ ശരി. സുജാതെ, കാര്യം ഇവൻ കാശിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്നവനാണെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ച അത് വള്ളി പുള്ളി തെറ്റാതെ പറയാനറിയാം. മിടുക്കനാ. എന്താ അമ്മേ? അതെ, പെട്ടെന്ന് ഒരിടം വരെ പോണം. എങ്ങോട്ട്? നീ കരഞ്ഞു കരഞ്ഞൊരു കാര്യം ആവശ്യപ്പെടാറില്ലേ എന്നോട്? നിത്യയുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണോന്ന്. അത് മുടങ്ങാൻ പോവാ. ആ സുജാതയും ഭർത്താവും ഇപ്പൊ ഏട്ടന്റെ മുറ്റത്തെത്തും. ഇങ്ങനെ ഒരുത്തി ഞങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് വേണ്ടാന്ന് പറയാം. അതെങ്ങനെയാ അമ്മേ? അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നീ ഇങ്ങ് വാടാ. വാടാ, വേഗം വാ. ഏട്ടാ, ഏട്ടാ, ഹൂയ്. ഒന്ന് ഇറങ്ങി വാ ഏട്ടാ. ഒരു പാവപ്പെട്ട നളിനി ഇവിടെ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അച്ഛനും മോളും കൂടെ അകത്ത് ഒളിച്ചിരിക്കണോ? ഒന്ന് ഇറങ്ങി വന്നാട്ടെ. ഞാനൊന്ന് കണ്ണ് തുറന്ന് കാണട്ടെ രണ്ടെണ്ണത്തിന്. എന്തായിരുന്നു? അച്ഛന്റെ മോളുടെ അഹങ്കാരം അവസാനിച്ചോ?
മഹാറാണിയും കുടുംബവും എല്ലാം അവസാനിപ്പിച്ചു പോയല്ലേ. എടി, നീയൊക്കെ ദൈവത്തിനോട് കൈകൂപ്പി യാചിക്കും. പക്ഷേ ദൈവം നിനക്കൊന്നും വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എന്നാലേ ഈ നളിനിക്ക് പോരിപ്പോരി തരും. അതുകൊണ്ടാടി ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. എവിടെ നിന്റെ അച്ഛൻ? ഞാനൊന്ന് കാണട്ടെ ആ മഹാനെ. അയ്യോ, അത് ഞാൻ പറയാൻ മറന്നു. വിപിൻ ഇന്ന് വെളുപ്പിന് തിരിച്ചു പോയല്ലോ. അതെന്താ പെട്ടെന്ന്? അവന്റെ വരവും പോക്കും ഒക്കെ അങ്ങനെയാ. പ്രത്യക്ഷപ്പെടുക, അപ്രത്യക്ഷനാകുക. ദുബായിലെ നമ്പർ നിന്റെ കയ്യിലില്ലേ? അത് സാറിനൊന്ന് കൊടുക്കുവോ? അയ്യോ മോളെ, ദുബായിലുള്ള അവന്റെ നമ്പറിന് ഒരു സ്ഥിരതയും ഇല്ല. കമ്പനി ആവശ്യമാണെന്ന് പറഞ്ഞ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാലും എന്നെ വിളിക്കും. അവൻ വിളിക്കുമ്പോ ഞാൻ എന്തായാലും പറയാം. നിനക്ക് സുഖമല്ലേ? സുഖം. പിന്നെ എന്നെ ഒട്ടും സങ്കടപ്പെടുത്താതെയാ അവൻ തിരിച്ചു പോയത്. അന്ന് ഞങ്ങളുടെ ഒരു റിസോർട്ട് ട്രിപ്പ് മുടങ്ങിയില്ലേ? ഞങ്ങൾ അവിടെ പോയി ഒരു ഫുൾ ഡേ അവന്റെ കൂടെ. സ്വർഗം തന്നെ. ആ, അതിനിടയിൽ നിന്നെ കുറിച്ച് സംസാരം ഉണ്ടായി. മുത്തശ്ശി വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ആ, ഓക്കെ ഓക്കെ. ഒന്നുമില്ല. അല്ല പിന്നെ നീ എന്താ ഈ കാണിക്കുന്നേ? മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ പറ. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? അച്ഛനൊന്ന് പോകുന്നുണ്ടോ? ഒന്ന് പോവാനാ പറഞ്ഞത്. ആ, എന്റെ ദൈവമേ, ഇവള് വീണ്ടും ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.